ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കാസർഗോഡിലത്തെ ഏറ്റവും ഫേവറേറ്റുള്ള ഒരു ഐറ്റമാണ് നീർദോശ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ദോശ എന്ന് തന്നെയാണ് കേട്ടോ പറയണത്. കണ്ണൂരൊക്കെ ഇതിന് നീർദോശ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നീർദോശ എന്ന് പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ. രാത്രി ഞാൻ പച്ചരി വെള്ളത്തിലിട്ടതായിരുന്നു. അങ്ങനെ കുതിർന്ന് വന്ന പച്ചരി നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കഴുകിയെടുത്ത പച്ചരിയെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിന്ന് കുറച്ച് തേങ്ങ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. തേങ്ങ ഉള്ളവർ കുറച്ചധികം ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇളം തേങ്ങയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നല്ല നെയ്യ് പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നാലും നല്ല വൃത്തിക്ക് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ നീർദോശ ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഉണ്ടാവും തോന്നുന്നു. ദോശയാണ് ഞങ്ങളുടെ വീക്ക്നെസ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നീർദോശയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പച്ചരി നല്ല നെയ്യ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. ഒത്തിരി ലൂസാവാൻ പാടില്ല കേട്ടോ, ഒത്തിരി കട്ടിയാവാനും പാടില്ല. കട്ടിയായാലും അത് വേവാത്ത മാതിരി ഉണ്ടാവും, ലൂസായാലും അത് നന്നായിട്ട് വരത്തുമില്ല. ഇപ്പം ഞാൻ ചെയ്തില്ലേ, ഇതേപോലെ ആക്കിയെടുക്കണം നമ്മൾ. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ചട്ടിയാണെങ്കിൽ ഇന്നലെ കഴുകി വെച്ചതായിരുന്നു. അതൊന്ന് കഴുകിയിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം. നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മളതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. എല്ലാ സൈഡിലും നല്ലതുപോലെ വെളിച്ചെണ്ണ തടവിയ ശേഷം നമ്മൾ ഈ നീർദോശേൻ്റെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കണേ, നമ്മൾ അരക്കുന്ന സമയത്ത് ഇട്ടതല്ലേ. അപ്പോൾ എൻ്റെ മാവിന് നല്ലപോലെ ഉപ്പൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാവ് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം ഇങ്ങനെ. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ദോശ റെഡിയായിട്ട് കിട്ടും. അങ്ങനെ എൻ്റെ ആദ്യത്തെ നീർദോശ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ എണ്ണ തടവി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ദോശ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നീർദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ബാക്കി എണ്ണയൊന്നും എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നീർദോശയൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോറൊക്കെ അതിൻ്റെ കൂടെ അരച്ചെടുക്കാം കേട്ടോ. എന്നാൽ കുറച്ചും കൂടി ഇത് സോഫ്റ്റായിട്ട് കിട്ടും. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. എനിക്ക് നല്ല, ഇവിടെ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അത് നമുക്ക് കുറച്ച് പ്രായമുള്ളവരോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ചോറൊക്കെ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആട്ടോ. കുറച്ച് ഹാർഡും കുറച്ച് സോഫ്റ്റുമാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്യണേ. പല്ലൊന്നും ഇല്ലാത്തവർക്ക് ഏറ്റവും നല്ലത് കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തെല്ലാം അറിയിക്കണേ കേട്ടോ. അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.